Today we are in our factory where we make rubber chemical dispersions. Rubber chemical dispersions എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയാലോ? ലാറ്റക്സിൻ്റെ ഡിപ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റബ്ബർ കെമിക്കൽ ഡിസ്പേർഷൻസ് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ലാബിലേക്ക് പോവാം. അപ്പോൾ റബ്ബർ ബാൻഡ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. അതായത് നമുക്ക് ആദ്യം വേണ്ടത് ഫീൽഡ് ലാറ്റക്സ് ആണ്. ഫീൽഡ് ലാറ്റക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റബ്ബർ പാല്, നമ്മൾ റബ്ബർ മരത്തിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഇത് വരുന്നത് നമ്മുടെ ZT50, അതായത് സിങ്ക് TMPD ഡിസ്പേർഷൻ. നമ്മൾ ഫീൽഡ് ലാറ്റക്സ് പ്രിസർവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ വന്നിട്ട് അസോസിയെ HEC100, ഇത് നമ്മുടെ ഒരു ക്രീമിംഗ് ഏജൻ്റാണ്. ഫീൽഡ് ലാറ്റക്സ് ക്രീമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കലാണ്. പിന്നെ നമ്മുടെ അസോക്യർ ബാൻഡ് TTSC, ഇത് നമ്മുടെ കോമ്പൗണ്ടിങ് ഡിസ്പേർഷൻ ആണ്. ഈ ബാൻഡ് TTSC എന്ന് പറയുന്ന റബ്ബർ ബാൻഡിന് മാത്രം ഉപയോഗിക്കുന്ന നമ്മുടെ സ്പെഷ്യൽ ഡിസ്പേർഷനാണ്. SC എന്ന് പറയുന്ന സെൽഫ് ക്യൂറിങ്, അതായത് റൂം ടെമ്പറേച്ചർ ക്യൂറിംഗ് ആണ് നമ്മൾ ഇന്നിവിടെ ലാബിൽ കാണിക്കാൻ പോകുന്നത്. പിന്നെ നമ്മളിവിടെ കാൽഷ്യം നൈട്രേറ്റും എടുത്തു വെച്ചിട്ടുണ്ട് കോവാഗുലൻ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്രീം ചെയ്യിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. നമുക്ക് ക്രീം ചെയ്ത ലാറ്റക്സ് കിട്ടും, ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത ലാറ്റക്സ് കിട്ടും. നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ക്രീം ചെയ്ത പോർഷൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഈ ക്രീം ചെയ്ത ലാറ്റക്സ് കോമ്പൗണ്ട് ചെയ്യുക. കോമ്പൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ അസോക്യൂർ ബാൻഡ് TTSC എന്ന് പറഞ്ഞ ഡിസ്പേർഷൻ. നമ്മൾ ഇത് ഡോസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 kg ആണ് 200 kg ലാറ്റക്സിന് വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ റബ്ബർ ബാൻഡിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഇപ്പോൾ സോഫ്റ്റ് വേണ്ട ഒരു ക്വാണ്ടിറ്റി കുറച്ച് ആഡ് ചെയ്താൽ ഒരു 3.25 ഒക്കെ ആഡ് ചെയ്താൽ മതിയോ. സാധാരണ സ്റ്റെബിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ കോമ്പൗണ്ടിങ്ങും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം സ്റ്റെബിലൈസ് ചെയ്യുക. സ്റ്റെബിലൈസ് ചെയ്തിട്ട് നമ്മൾ കെമിക്കൽ ആഡ് ചെയ്യുക. കെമിക്കൽ ആഡ് ചെയ്ത് ഒരു 24 hours വിത്ത് സ്റ്റിറിങ് മച്ചുറേഷന് വയ്ക്കുക. നെക്സ്റ്റ് ഡേ നമ്മൾ റബ്ബർ ബാൻഡ് ഡിപ്പ് ചെയ്യുക. അപ്പോൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം. തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് തിക്നെസ് ആഡ് ചെയ്യാം, അതുപോലെ കളേഴ്സ് ആഡ് ചെയ്യാം. കളേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് ഡിപ്പ് ചെയ്യാം.